ഉറങ്ങിയില്ലേ ഇതുവരെ? എന്തുവാ ഞാൻ ഉറങ്ങാനത്ര ധൃതി? എന്നെ ഉറക്കിക്കിടത്തിയിട്ട് വേറെ വല്ല ജോലിയുണ്ടോ ചെയ്യാൻ? ഹാ, ഇതെന്നാ വല്ലാത്തൊരു ഡയലോഗ്. നിനക്ക് എന്നാ പറ്റി? എനിക്ക് എന്നാ പറ്റിയതെന്ന് റിച്ചിക്ക് അറിയത്തില്ലേ? അക്യൂട്ട് ക്യാൻസർ. സമീപഭാവിയിൽ തട്ടിപ്പോവാൻ എല്ലാ സാധ്യതയുള്ളൊരു രോഗി. എന്നാ അവളെ അങ്ങ് കെട്ടാൻ പരിപാടിയുണ്ടോ? കെട്ടാനോ? ആരെ? ഓ, മറ്റുള്ളവരുടെ കണ്ണും കാതും ഒക്കെ പൊട്ടിയിരിക്കുവാന്നല്ലോ. ടിങ്കു, ഒരു ഓമന പേര് കിട്ടു. നീ ഇതെന്തൊക്കെ ടീനെ പറയുന്നത്? ഞാൻ ആ കുട്ടിയെ വിശദീകരിച്ച് കൊളവാക്കണ്ട. അന്ന് കേറില്ല, അതിനുമ്പ് വിളിച്ചത് കേട്ടില്ലേ? ടിങ്കൂന്ന്. നാണക്കേട്. ഞാൻ അവളെ ടിങ്കൂന്ന് വിളിച്ചാണോ നിനക്ക് ഇത്ര പ്രശ്നമായത്? നിന്റെ അപ്പച്ചൻ അങ്ങനെ വിളിക്കുന്ന കേട്ടു. എളുപ്പമായതുകൊണ്ട് ഞാനും അങ്ങനെ വിളിച്ചു. അല്ലാതെ നിസ്സാര കാര്യത്തിന് ചുമ്മാ. അതെ, ചുമ്മാ ഒരു വിളി, ചുമ്മാ ഒരു നോട്ടം, ചുമ്മാ ഒരു തട്ടുമുട്ടും, അത് കഴിഞ്ഞ് ചുമ്മാ ഒരു ബെഡ്റൂം സീൻ. വൃത്തികേട് പറയാതെ ടീന. വേറൊരു അമ്മ പെറ്റതാണെങ്കിലും അവള് നിന്റെ ചോര തന്നല്ലേ? അല്ല, അപ്പനെ ഇല്ലാത്തവളാ ഞാൻ. പിന്നെങ്ങനെ ഏതൊരാളുടെ മോള് എന്റെ ചോരയാവുന്നേ? ശവപ്പെട്ടി കിടക്കുമ്പോഴും അംഗീകരിച്ചു കൊടുക്കത്തില്ല ഞാൻ. വല്ലാത്തൊരു മനസ്സാ നിനക്ക്. ഒരു കാലത്തും നന്നാവില്ല. ഒത്തിരി പേരെ നീ വേദനിപ്പിച്ചു. സ്വന്തം വിധി അറിഞ്ഞ് ഈ നിമിഷമെങ്കിലും ആ പാവം പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചൂടെ? കുറച്ചെങ്കിലും പുണ്യം കിട്ടും. ആ പുണ്യം തന്നെത്താനും എടുത്തോ. പക്ഷെ സ്നേഹിക്കൽ എന്റെ മുമ്പിൽ വെച്ച് വേണ്ട. ചിലപ്പോ കൊന്നുപോകും ഞാൻ. വളച്ചു കെട്ടാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. കുറെ നേരമായല്ലോ മീതുമോൾ മീതുമോളെന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഏട്ടനറിയാലോ എൻ്റെ മോളുടെയും കാര്യങ്ങളൊക്കെ. നിതിന് ഈടെയായിട്ട് മോശമായിട്ട് അവളോട് പെരുമാറുന്നത്. ദേഷ്യം ഇത്തിരി കൂടുതലുള്ള കുട്ടിയാ. എസ്റ്റേറ്റിന് ഡോക്യുമെന്റ് തരുന്ന കാര്യം ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല. തരുമ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞല്ലേ തൽക്കാലം ആരും അറിയണ്ടെന്ന്. പക്ഷെ നിതിനതൊരു വീരവാദം പോലെ മീതിനോട് പറഞ്ഞിരിക്കുന്നു. അത് അവൾക്ക് വല്ലാതെ മനസ്സിൽ കൊണ്ടു. കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് അവളിപ്പോ പറയുന്നേ. ഓ, അത് ശരി. കല്യാണക്കാര്യം എല്ലാരും അറിഞ്ഞു കഴിഞ്ഞപ്പോ കല്യാണം വേണ്ടാന്നോ? നിന്നെയും നിന്റെ മോളെയും ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോ എന്നെ അപമാനിച്ചുവിടാനാണോ നിന്റെ തീരുമാനം? അയ്യോ, ഇങ്ങനൊന്നും പറയല്ലേ ഏട്ടാ. പിന്നെ എങ്ങനെ പറയണം ഞാൻ? ബന്ധത്തിലും പരിചയത്തിലുള്ള ഒരുവിധം ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു നിതിൻ നിന്റെ മോളെ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. പലരുടെയും വിചാരം നിശ്ചയം വരെ കഴിഞ്ഞുവെന്നാ. ഇനി ഇത് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ തലയുയർത്തി നടക്കും? ഏട്ടാ പ്ലീസ്, ഇങ്ങനെ ശോഭിക്കേണ്ട കാര്യമൊന്നുമില്ല. മോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞുമായിരിക്കും കല്യാണം വേണ്ടെന്ന്. അല്ല, ശരിക്കും ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞതാ. വല്യച്ഛൻ ആ എസ്റ്റേറ്റിന്റെ പ്രമാണം നാളെ തന്നെ തിരിച്ചു തരണം. മോളെ, മമ്മി ഒന്നും പറയണ്ട. എന്റെ ജീവിതം വെച്ച് ചൂത് കളിക്കാൻ മമ്മിയോട് ആര് പറഞ്ഞു? എന്താ ഒരു വിലപേശൽ? കല്യാണത്തിന് മുമ്പ് എസ്റ്റേറ്റ് രജിസ്റ്റർ ചെയ്യണം, അക്കൗണ്ടിലെ പണം മാറ്റണം. ഇത്രയൊക്കെ കൊടുത്തിട്ട് ഭർത്താവിനെ വാങ്ങിക്കാൻ വട്ടൊന്നുമില്ല മൃദുലയ്ക്ക്. എന്നോടുള്ള സ്നേഹം മൂത്തപ്പോ മമ്മിക്ക് ചിലപ്പോ വട്ടുപിടിച്ചു കാണും. അതിനുള്ള ചികിത്സ ഇതേ ഉള്ളൂ. നാളെ തന്നെ എനിക്ക് ഡോക്യുമെന്റ്സ് കിട്ടണം. തന്നില്ലെങ്കിൽ മോളെന്ന് പറഞ്ഞേ. ഡോക്യുമെന്റ് തന്നില്ലെങ്കിൽ എന്നെയും ഡാഡിയെ നീ എന്ത് ചെയ്യും? നിതിൻ, എന്താ നീ ഇങ്ങനെയൊക്കെ? ഡാഡി ഇതിൽ ഇടപെടണ്ട. ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന ഞാനാ. നാട്ടുകാരുടെ മുന്നിൽ നാണം കിടയേണ്ടത് ഞാനാ, അല്ല ഡാഡിയല്ല. മോളെന്ന് പറഞ്ഞേ. നീ എന്നെ അങ്ങ് വിഴുങ്ങോ അതോ അരച്ചു കലക്കി കുടിക്കോ? പറ, നീ എന്താടി ചെയ്യാ? ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഓ, ASP സെലീനയുടെ തൊപ്പി കണ്ടുള്ള ഇളക്കമായിരിക്കും. ചെല്ല്, കംപ്ലൈന്റ് കൊടുക്ക്. ഒന്നു മാത്രം ആക്കണ്ട, ഒരു 10 കംപ്ലൈന്റ് കൊടുക്ക്. അകത്ത് കാണുമല്ലോ. വേണമെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചോ. ASP എന്നെ വിഴുങ്ങുന്നത് എല്ലാവർക്കും കാണാലോ. മനസ്സിലായ മമ്മിക്ക് ഇതാണ് തനിനിറം? അല്ലടി, ഇതൊന്നുമല്ല എന്റെ തനിനിറം. ഈ കല്യാണം എങ്ങാനും മുടങ്ങിയാൽ അപ്പ കാണാം എന്റെ തനിനിറം. കൊന്നു കൊല വിളിക്കും ഞാൻ, അമ്മയും മോളെയും. അറിയില്ല നിങ്ങൾക്കെന്നെ.
എന്തായിരുന്നു പുറത്തൊരു ബഹളം? നിതിനായിരുന്നെന്നാ തോന്നുന്നേ. ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാനോ വാതിൽ തുറക്കാനോ ഒന്നും പോയില്ല. നമ്മൾ എന്തിനാ വെറുതെ? കുറെ നേരം എന്റെ എഴുത്ത് തടസ്സപ്പെട്ടു. ഇതൊക്കെ മമ്മി എഴുതി തീർത്തതാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. നിനക്ക് നേരം കിട്ടുമ്പോ എടുത്ത് വായിച്ചു നോക്കരുതോ? മമ്മി എന്താ എന്നെ പറ്റി കരുതിയേ? ഉറക്കളച്ച് രാത്രി 2 മണിവരെ മമ്മി എഴുതുന്നു, എന്നിട്ട് ഉറങ്ങാൻ കിടക്കുന്നു. ഞാനാണെങ്കിൽ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് ഓരോ ദിവസവും മമ്മി എഴുതിയതൊക്കെ വായിച്ചു തീർക്കുന്നു. ഇതാ ഇപ്പൊ എന്റെ റൊട്ടീൻ. സത്യാണോ നീ പറഞ്ഞേ? എന്നിട്ട് എന്നിട്ട് നീ എന്താ ഇതുവരെ അഭിപ്രായമൊന്നും പറയാത്തെ? മുഴുവൻ തീരട്ടെ എന്ന് കരുതിയിട്ടാ മമ്മി. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ആ പഴയ കാലത്തിൽ ചെന്ന് ഒരിക്കൽ കൂടി മമ്മിയെ പോലെ ജനിക്കാനും ജീവിക്കാനും കൊതിച്ചു പോന്നു. മമ്മി എന്നെയും കഥാപാത്രമാക്കിയിട്ടുണ്ടല്ലോ. എന്നെ പറ്റിയുള്ള വിവരണം വായിക്കുമ്പോ ഞാൻ എന്നും കരയും. ഒക്കെ കഴിഞ്ഞു പോയതല്ലേ മോളെ? എന്നാലും മമ്മി, എനിക്ക് വേണ്ടി മമ്മി എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചു, എത്ര പേരുടെ അപമാനം ഏറ്റുവാങ്ങി. മമ്മിയെ ജീവനെ പോലെ സ്നേഹിച്ചിട്ടും വിവാഹം ചെയ്യാനുള്ള തന്റെ ഇടം കാണിക്കാതിരുന്ന എന്റെ ഡാഡി, എന്നെ മമ്മി പ്രസവിച്ചപ്പോ മമ്മി അറിയാതെ എന്നെ അകലെ എവിടെയോ ഉള്ള അനാഥാലയത്തിൽ കൊണ്ടുപോയി കളഞ്ഞ ചേമ്പുള്ളി ഔസേപ്പെന്ന മമ്മിയുടെ അപ്പച്ചൻ, എന്നെ കാണാഞ്ഞ് ഭ്രാന്ത് പിടിച്ച മമ്മിയെ ചികിത്സിച്ച് ഭേദമാക്കാൻ എല്ലാവരുടെ എതിർപ്പുണ്ടായിട്ടും ഓടി വന്ന എന്റെ ഡാഡി, അവസാനം സ്നേഹം കൊണ്ട് സ്വർഗം പോലുള്ളൊരു ജീവിതം എനിക്കും മമ്മിക്കും നിന്ന് കൊതിപ്പിച്ചിട്ട് എന്നേക്കുമായി നമ്മളെ വിട്ടുപോയ എന്റെ ഡാഡി. മോളെ, എല്ലാം ഞാൻ എഴുതും. വേണം മമ്മി. സ്നേഹത്തിന്റെ വില എന്തെന്ന് മമ്മിയുടെ ഈ കഥ വായിക്കുന്ന എല്ലാരും അറിയും. അറിയട്ടെ, ലോകത്തിലൊരു സ്ത്രീയും മമ്മിയെ പോലെ ഇത്രയും നൊമ്പർ അനുഭവിച്ചിട്ടുണ്ടാവില്ല. എന്റെ മമ്മി ഇത്ര നല്ലവളാണെന്ന് ഞാൻ ഈ കഥ വായിച്ചപ്പോ മാത്രം അറിഞ്ഞത്. എന്റെ മമ്മി അറിയാൻ ഇത്രയും ഞാൻ വൈകിപ്പോയല്ലോ മമ്മി. ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാതായിട്ട് ദിവസങ്ങളായി. എന്നിട്ട് വാലെവിടെ തലയെവിടെയെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ പോലീസിനെ കൊണ്ട് നാട്ടുകാർക്ക് എന്താ പ്രയോജനം? ഓ, ഒരു പ്രയോജനമില്ല. ചുമ്മാ ശമ്പളം വാങ്ങി എന്നെ പോലെ ഫാനിന്റെ കീഴിലിരുന്ന് ഉറങ്ങാൻ മാത്രം കൊള്ളാം. ഒരു കാര്യം ചെയ്, മിസ്റ്റർ റിച്ചാർഡ്, പോലീസ് ട്രെയിനിങ് കോളേജിന്റെ പ്രിൻസിപ്പളായി ചാർജ് എടുക്ക്. എന്നിട്ട് കൊള്ളാവുന്ന 4 പാഠങ്ങള് പോലീസുകാർക്ക് പഠിപ്പിച്ചു കൊടുക്ക്. നാട് നന്നാവട്ടെ. കളിക്കളത്തിന് പുറത്ത് നിൽക്കുന്നവന് എന്തും വിളിച്ചു പറയാം, അടിക്ക് ഇടിക്ക് പിടിക്കൂ എന്നൊക്കെ. അങ്ങോട്ട് ഇറങ്ങി നോക്കണം, അപ്പൊ അറിയാം ഇത് കളിയല്ല കാര്യമാണെന്ന്. പക്ഷേ കുഞ്ഞിന്റെ കാര്യത്തിൽ വ്യക്തമായിട്ട് ഞാൻ പരാതി തന്നല്ലേ. കമ്പനി തിരിച്ചു കിട്ടാൻ വേണ്ടി ബോബൻ എന്റെ കുഞ്ഞിനെ കരുവാക്കിയതാണെന്ന്. ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒരു പരാതിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, യെസ്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ അന്വേഷണത്തിന്റെ പുരോഗതി എന്താണ്? അന്വേഷണം നടക്കുന്നു എന്ന് പറയാനേ ഇപ്പൊ പറ്റുള്ളൂ. മനസ്സിലായി. ഒന്നും അന്വേഷിച്ചിട്ടില്ല. നിങ്ങളുടെ മുൻ ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി അന്വേഷണത്തിൽ വെള്ളം ചേർക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പരാതിയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. ടെൽ മീ റിച്ചാർഡ്, അത് ബോബന്റെ കുഞ്ഞ് തന്നെയാണോ അതോ? ബോബന്റേതാണെങ്കിൽ അതില്ലാതായി പോട്ടെ എന്നാണോ? അതോ ടീന പ്രസവിച്ചതായോണ്ട് നശിച്ചു പോട്ടെന്നോ? നോ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ബോബൻ എന്റെ ഭർത്താവാണെന്നിരിക്കെ ആ കുഞ്ഞിനോട് എനിക്ക് വൈരാഗ്യം ഉണ്ടെന്നായിരിക്കും നിങ്ങളുടെയൊക്കെ വിചാരം. ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവാത്ത എനിക്ക് ആ കുട്ടി എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെയായിരുന്നു. അതിനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതാ. പക്ഷേ മാഡം, നിങ്ങളുടെ സെന്റിമെന്റ്സ് കാണാനല്ല ഞാൻ വന്നത്. ഐ വാണ്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ. എനിക്ക് എന്റെ കുഞ്ഞിനെ ഉടനെ കിട്ടണം. ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. ജീവനോടെ അവൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ജീവനോടുണ്ടെങ്കിലോ? എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാ നോക്കിക്കോ. ബോബന് മാത്രമല്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല.
താൻ എന്തുവാടോ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ മിഴിച്ചു നിൽക്കുന്നേ? മാത്യൂസ് തന്നെ. തൻ്റെ അപ്പനും കൊച്ചപ്പനും തനിക്കുമൊക്കെ വേണ്ടി ഒത്തിരി ഒത്തിരി കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിന്ന എൻ്റെ ജീവിതം ഇങ്ങനെ കട്ടപ്പുകയായത്. ഒരു പെണ്ണ് കെട്ടാൻ പോലും തൻ്റെ അപ്പൻ എനിക്ക് നേരം തന്നില്ല. ദേ ഒരുമാതിരി പോക്കരുത്തനം പറഞ്ഞ കൈ ചൂട്ടി സംസാരിക്കുന്നു എൻ്റെ നേരെ. അച്ചായനോട് കളിക്കില്ലേടാ മോനെ. ഇനി അങ്ങോട്ട് അച്ചായൻ കളിക്കും. അത് നീയും നിന്റെ വീട്ടുകാരും നോക്കി നിന്നേച്ചാ മതി. എന്നതാ പറഞ്ഞോണ്ട് വന്നേ? ഛേ, അത് മറന്നു. പെണ്ണുകെട്ടിന്റെ കാര്യം. വയസ്സുകാലത്ത് എന്നെ നോക്കാൻ ഒരാൾ വേണ്ടായോ? അതുകൊണ്ട് ബാംഗ്ലൂരിൽ ടീന എനിക്ക് വേണ്ടി കണ്ടുവച്ച പെണ്ണിനെ ഞാൻ അങ്ങ് കെട്ടാൻ പോവുക. നാളെ ഒരു 5 ലക്ഷം രൂപ എനിക്ക് വേണം. അച്ചായ ഇതൊരുമാതിരി ഒരുമാതിരി അച്ചായൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാണോ? ആന്നടാ. ഇത്രയും നാളും കത്തിയും തോക്കും കാട്ടി നിന്റെ അപ്പൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തില്ലേ? ഇനിയിപ്പോ എന്റെ കാലമാണെന്ന് വെച്ചോ. ഈ തെങ്ങുംമൂട്ടിൽ തറവാട് കുറച്ചു കാലം ഞാനൊന്ന് ഭരിച്ചു നോക്കട്ടെ. പൂതി കൊള്ളാലോ. ഇറങ്ങിക്കോണം അവിടുന്ന്. താൻ എന്നെ ആവണേലും ചെയ്. കഷ്ടകാലം വന്നപ്പോ ഒന്ന് സഹായിച്ചതിന്റെ പേരിൽ തലേ കയറി നിരങ്ങാന്ന് വിചാരിച്ചു അല്ലടോ? അപ്പൊ അങ്ങനാണ്. അതെ അങ്ങനെ. ഇനി മേൽ ഈ വീട്ടിൽ തന്നെ കണ്ടുപോകരുത്. ഉറപ്പാന്നേ? താൻ കുറെ നേരമല്ല കഥാപ്രസംഗം തുടങ്ങിയിട്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വൈദ്യരുടെ കാര്യം പറഞ്ഞു കളയാന്ന് വല്ലതും മനസ്സിലുണ്ടെങ്കിൽ ചെന്ന് പറ. ഒരു സൂചിക്കുത്തിന് പോലും തെളിവില്ലാതെ തന്നെ പോലെ ഒരുത്തൻ ചെന്ന് ഇല്ലാ കഥ പറഞ്ഞ ഉടനെ പോലീസ് എന്നെ അപ്പനെ പിടിച്ച് ജയിലിലിടുന്നു വിചാരിച്ചോ? ഇറങ്ങിപ്പോടോ. അവസാനമായിട്ട് ഞാൻ പോകുമല്ലയോ? ദേ സമ്മാനമായിട്ട് ഇതങ്ങ് വച്ചേരടാ. അച്ചായ ഇത് ആ വൈദ്യരുടെ ശരീരം ഞാൻ കൊണ്ടുപോകുന്ന ഫോട്ടോയാണല്ലോ. അതെ. ഇനി അച്ചായം പോട്ടോ. അച്ചായ ഈ ഫോട്ടോ ഇതെങ്ങനെ കിട്ടി? ഇതെവിടുന്നാ? പേടിക്കണ്ട, ഫോട്ടോ എടുത്തത് ഞാൻ തന്നെ, വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഇത് ചതിയായിപ്പോയി അച്ചായ. ആന്നടാ മോനെ, ചതി തന്നെ. കാര്യം കഴിഞ്ഞാ നീയൊക്കെ കറിവേപ്പില പോലെ എന്നെ നുള്ളി എറിയുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാം. അതിപ്പോ ബോധ്യപ്പെടുകയും ചെയ്തു. ഇനി ഞാൻ പോട്ടോ. വേണ്ട അച്ചായനെ ഞാൻ കാശ് തരാം. എന്നെ വേണേലും ചെയ്യാം. ഇത് വേറെ ആരെയും കാണിക്കരുത്. ഏയ് എവിടെന്ന്? നീ ഇന്നു മുതൽ എനിക്ക് സ്വന്തം അനിയനല്ലയോ? ഇത് എന്റെ വീടല്ലയോ? നിനക്കും ഈ വീടിനും ദോഷം വരണ ഒരു കാര്യവും ഇനി ഞാൻ ചെയ്യത്തില്ല. എന്നാ പിന്നെ